എല്ലാവരും എന്തോ പറയുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇച്ചിരി ടെൻഷനില്ല കേട്ടോ. കാരണം എന്തുവെന്നോ, വീഡിയോയുടെ കാര്യമല്ലാതെ ഒന്നുമില്ല, നിങ്ങൾ ചിന്തിക്കണ്ട. ഇന്നലെയും വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾക്ക് ബുധൻ വെള്ളി, പിന്നെ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കുണ്ട്. അങ്ങനെ പല ഇതുണ്ട്. അപ്പം ഞാൻ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവർക്കെല്ലാം കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ പോയി എഡിറ്റിംഗ് ചെയ്തത്. എഡിറ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.5 മണിക്കൂർ അതിന് പോകും. ഇന്ന് ഞാൻ രാവിലെ 9 മണി തൊട്ട് ഇപ്പം സമയം 11:30 അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇന്നലെ എഡിറ്റ് ചെയ്തു. അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ രാവിലെ നമ്മൾ അപ്ലോഡിലിട്ടേലേ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇററോ പിന്നെ കോപ്പിറൈറ്റോ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മെസ്സേജ് വരും. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും സമയമുള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ നമുക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ രാവിലെ അങ്ങ് ചെയ്യും. അപ്ലോഡ് ചെയ്യാൻ പോകണേ എനിക്ക് സ്പേസ് ഇല്ല. അപ്പം ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് സ്പേസ് ഉണ്ടാക്കി വീണ്ടും അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. 7 GB ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തോ ചെയ്തെന്ന് എന്നാൽ എൻ്റെ മൊബൈൽ ഇപ്പോൾ എനിക്ക് ഇത്തിരി പണി തന്നുകൊണ്ടിരിക്കുക. ഞാൻ ചിലപ്പം ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ കോളിൽ പോവും. ഒരു ഫോൺ എടുക്കും. ഇപ്പം തന്നെ ഇതിൻ്റെ വാഷിംഗ് മെഷീൻ്റെയൊക്കെ ഇതായി. പിന്നെ ഫോൺ കൂടി ഇപ്പോൾ എടുക്കുമെന്ന് വെച്ചാൽ പിന്നെ പല പല കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് മാറ്റി വെച്ച് ഫോൺ എത്രയും ചലായിക്കുന്നോ അത്രയും നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് വിട്ടുകളയും. കുറേ നാളായി ഫോണിൽ പ്രോബ്ലമായിട്ട് വീഡിയോകളൊക്കെ ചിലപ്പോൾ ക്ലാരിറ്റിയിൽ വരത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നു, എൻ്റെ മൊബൈലിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടെന്നാൽ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കാമെന്ന് വെച്ച് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കിയുണ്ട്. ആ വീഡിയോകൾ എൻ്റെ വോയിസ്, ഞാൻ പറയുന്ന വോയിസ് എല്ലാം ഉണ്ട്, വീഡിയോകളെല്ലാം ഞാൻ യൂക്കട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വീഡിയോ എഡിറ്റിങ്ങിന്. അപ്പോൾ ആ എഡിറ്റ് ചെയ്ത എൻ്റെ വോയിസ് എല്ലാം കിടപ്പുണ്ട്, പക്ഷേ വീഡിയോകളൊന്നുമില്ല. പക്ഷേ വീഡിയോകൾ ഞാൻ വന്ന് എൻ്റെ ഗ്യാലറി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊന്നും ഒന്നും പോയിട്ടില്ല. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലും വന്നു. കാരണം ഇത്രയും ഞാൻ മെനക്കെട്ട് രാവിലെ 9 തൊട്ട് ഇപ്പം ഈ സമയം വരെ അതിൻ്റെ പുറകെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇന്നലത്തെ നമ്മളിപ്പം വ്യൂസ് എനിക്ക് ഇല്ല എങ്കിലും നമ്മളുടെ ഒരു വീഡിയോ ഇടുന്ന ബുദ്ധിമുട്ട് ചാനൽ നടത്തുന്നവർക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടിലാണ് നമ്മളൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത്, വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വ്യൂസും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് വിഷമം. അതൊക്കെ പോട്ടെ, അതല്ല ഇപ്പം ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ വീഡിയോ ഇടായിരുന്ന 2 ദിവസം അടുപ്പിച്ച് വീഡിയോ ഇരിക്കുമ്പോൾ അത് നമ്മുടെ വ്യൂസും കുറയും. കാരണം ഈ ആൾക്കാർക്ക് ചെല്ലുന്ന നോട്ടിഫിക്കേഷനും അങ്ങ് ചെല്ലാതാവും. അപ്പം ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ചെല്ലും. അല്ലാതെ ഈ ഗ്യാപ്പ് ഇട്ട് വരുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലത്തില്ല. പിന്നെ അവർ സെർച്ച് ചെയ്ത് കാണണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ സെർച്ച് ചെയ്താണ് കിട്ടും. അപ്പോൾ എന്തുവാന്നേലും ഞാൻ എന്നിട്ട് വീണ്ടും എന്തോ തന്നോ എന്നിട്ട് ഞാൻ പറയുന്ന ഇൻട്രോ അതവിടെ കിടപ്പുണ്ട്. എൻ്റെ കുക്കിംഗ് വീഡിയോകളെല്ലാം പോയി, ഈ എഡിറ്റ് ചെയ്തതിൻ്റെ അകത്ത് അത് കിടപ്പുണ്ട്. ഞാൻ എന്നാൽ എൻ്റെ ഗ്യാലറി വീഡിയോകൾ കിടപ്പുണ്ടല്ലോ, അതൊന്ന് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി നോക്കി. ഒരു രക്ഷയില്ല, മാച്ച് ആവത്തില്ല. നമ്മൾ ചിലപ്പം ചിലയിടം കട്ട് ചെയ്യണം, ചിലയിടത്ത് സ്പീഡിൽ ഇടും. അതൊക്കെ അത്രയും ഇനിയിപ്പം ഇന്നിനി എനിക്ക് വീണ്ടും ഈ വീഡിയോ എഡിറ്റിംഗ് ചെയ്തിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ രാവിലെ അതിനൊന്നും സമയമില്ല. രാവിലെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇച്ചിരി പണിയുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നേ ഉള്ളൂ. 9 മണി തൊട്ട് ഇതിന് പുറകെയല്ലായിരുന്നു. ഞാൻ പറഞ്ഞു സാരമില്ല, എന്തോ ചെയ്യാനാന്ന് പറഞ്ഞപ്പോൾ ആ 2 വേടിലങ്ങ് ഇച്ചാന് പറയാൻ പറ്റി. പക്ഷേ ഞാൻ എത്രമാത്രം അതിൻ്റെ പുറകെ റിസ്ക് എടുത്ത് എത്ര സമയം പോയി, ഒരു 4-5 മണിക്കൂർ പോയി ഈ ഒരു 14-15 മിനിറ്റിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചോറും കറിയൊന്നും വെക്കാൻ സമയമില്ല. ഉച്ചയാകാറായി. ചപ്പാത്തിക്കാർക്ക് എന്തെങ്കിലും ഒരു മുട്ട ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച്. പക്ഷേ എനിക്കൊരു വല്ലാത്തൊരു വിഷമമായിപ്പോയി. എന്തോ ചെയ്യാനാ. ഇന്നാളിലും ഇതുപോലെ ഒരെണ്ണം പറ്റി. ഇനി എവിടെ പോയി വീഡിയോ എവിടെയോ വിളിച്ചു പോയി ഇരിപ്പുണ്ട്. എന്തോ ഞാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോയി ചെയ്തതാണ്. അങ്ങനെ ഓരോ ഗുലുമാലിലിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കാരണത്താലാണ് വീഡിയോ ഇടാത്തത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തൊന്ന് വന്ന് പറയാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ഞാനെവിടെ പോയി മുങ്ങി ഇതുകൊണ്ടാണ് മുങ്ങിയിരിക്കുന്നത്. ഞാനിപ്പോൾ ചിരിക്കുന്നെങ്കിലും എനിക്ക് ആകെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനായിപ്പോയെന്നുള്ളത്.
എത്ര മണിക്കൂർ പോയി, അത്ര സമയം പോയി. ഞാനിപ്പോൾ ഈ ഒരു എഡിറ്റിങ്ങിന് തന്നെ എനിക്ക് കുറേ സമയം പോകും. അതിനകത്ത് കട്ട് ചെയ്യൊക്കെ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ ഒരു 1-2 മണിക്കൂറത്തെ കാണും. പിന്നെ അതിൽ നിന്ന് വേണ്ടുന്നതാണ് നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് എടുത്തിടുന്നത്. പിന്നെ സ്പീഡ് ചെയ്യേണ്ടടുത്ത് സ്പീഡ് ചെയ്യുക. ഒരു വീഡിയോ നമ്മൾ ഈ പിള്ളേരൊക്കെ വന്ന് ബഹളം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ രീതിയിൽ ബുദ്ധിമുട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ, ഞാൻ വീഡിയോ എഡിറ്റ് അല്ലെങ്കിൽ സൗണ്ട് വരത്തില്ലേ, ചിലർക്ക് കുഴപ്പമില്ലായിരിക്കും, ചിലർക്കത് ഇഷ്ടപ്പെടുക. അതൊക്കെ ഒരു വീഡിയോ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നമ്മുടെ ഇതുപോലെ ഇരിക്കും നമുക്ക് വരുന്ന വ്യൂസും. അപ്പം ഓക്കെ, നാളെ ഇത് ഞാൻ വീണ്ടും ഇടാം കേട്ടോ. മൊബൈൽ പണി തരാതിരുന്നാൽ നിങ്ങൾ പറയും ചേച്ചി ഒരു മൊബൈൽ വാങ്ങിയരെന്ന്. ഇപ്പം വാങ്ങിക്കാൻ നിവർത്തിയില്ല. ഇങ്ങനെ എന്തായാലും നിങ്ങൾ എന്തിക്കും എന്നാ അനുഭവിച്ചോ, എന്തോ ഞാൻ ഇനിയിപ്പം കുറച്ച് നാൾ കഴിയട്ടെ, എത്രയും പോന്നോ അത്രയും ഓടിച്ചുകൊണ്ട് പോകാം. ഇനിയിപ്പോൾ ഇതും വന്നിട്ടുണ്ടോ ഇടാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല, നോക്കട്ടെ.